ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യാകാന്ഡ്. താർമകൾ കൺപുള്ള തത്തേ വരികെടോ, താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നെയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ, പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നോടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു, മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നിധീരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൊക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ. നാരദാസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനാശരഗുരു. നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ. നാളീകരമ്യവദനൻ നരകാരി നാളികബാന്ധവ വംശസമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ. വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ. നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. നാരദ സമാഗമം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലാദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ. അങ്കജാലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോലാവിലോചനൻ. നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ. രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം. രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായതീ കോമളൻ. ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ. ബാലാർക്ക സന്നിഭ കൗസ്തുഭ ഗന്ധരൻ പ്രാലേയ ഭാനു സമാനനായ സമം. ലീലയാ താംബൂല ചർവണാദ്യൈരതികേവം വിനോദിച്ചിരുന്നരുളുന്നേരം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരാമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ.
പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. ശ്രീരാമനാരദ സംവാദം. മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു, വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ച ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം. കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം. കൊണ്ടുകാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭവ പുത്രാ മനഹാമുനേ. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനീവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസാമരുൾ ചെയ്തു, എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെക്കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവാനാദിതൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരാജസ്തമോനാമഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. സീതാകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസു നീ സ്വാഹാ മഹീസുതാ. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവാര കുമാര രഘുപതേ. രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സർവസ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ സർവസ്വമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. മായ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീ പതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മാമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും.
ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യൻ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളൊരുപാധിയും എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധോ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായതു മൂലവും. കാലവിളംബനമെന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദൻ അന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരാജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വിപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ
കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മതോ നിർണയം മാനസേ. എന്നാലതിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബത സംഭരിച്ചിടണം. രാമനോടു നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പംക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറാനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരാമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം. മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്ങണേ. ദിവ്യനാനാ തീർത്ഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടുവായി കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുനിഹ. ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്തമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും. സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകീമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും. ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മുർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ശ്രീരാമ വസിഷ്ഠ സംവാദം. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശാരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതിഭക്ത്യാ രഘുത്തമൻ. പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും. ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയെടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരാണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ.
സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ. ഓർക്കിൽ പിതॄണാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായ അന്തര്യാമിയായി സർവജഗത്രയ യന്ത്രവാഹകനായ നീ. ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവു താനരുൾ ചെയ്കയാൽ. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികീലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതാ അപ്രവക്തവ്യം മയാ രാമകുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവീടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്കെ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതാനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും ധനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വീണിടിനാൻ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകയാ പുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. മന്ധരയുടെ ഏഷണി. വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നെള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെക്കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെക്കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെള്ളാൻ മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധര തന്വര വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടുന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ.
ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയാ പുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതീനില്ലോരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയാ പുത്രിതൻ വാക്കുകൾ കേട്ടള വാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകകൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടു കൂടവേ വിണ്ണീലകമ്പുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിയുവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ. നിൻതൊഴിൽ കണ്ടതീ സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർതൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലീനാംബരത്തോടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു അർത്ഥിച്ചു കൊൾക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം
ക്രോധാകാരപ്രവേശം. മന്ധര ചൊന്ന പോലെ യതീനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയമ്മേ വിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവീനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതീനില്ല സംശയം. ഏതോമിതിന്നൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാതിരഥനായി ശിഷ്ടനായുള്ളവാനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കൈകേയി വരപ്രാർത്ഥന. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച് തീദൃശം. മന്ദിരം തന്നു ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവാളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതന്മേഷമെൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി. കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിന ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതോമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരീകത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രയം ചെയ്യുകയില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രയം ചെയ്തതു വല്ലഭേ. ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതീനില്ല നിരൂപിച്ചാൽ നിർധനാനെത്രയോമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥാപതിയാക്കി വപ്പവനെ ഞാൻ. അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേൻ എന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലാശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ജൈവൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതീനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ച 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. വച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. വെച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.